അപ്പോൾ നമ്മുടെ ചാപ്റ്ററിൻ്റെ പേര് സൊല്യൂഷൻസ് എന്നുള്ളതായിരുന്നു. അപ്പോൾ ഈ ചാപ്റ്ററിൽ നമുക്ക് അടുത്തായിട്ട് വളരെയധികം പ്രധാനപ്പെട്ട ഒരു പോർഷനാണ് കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസ്. നമുക്ക് രണ്ട് കാര്യങ്ങളാണ് പഠിക്കാനുള്ളത്. വാട്ട് ഈസ് മീൻ ബൈ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി, ദെൻ വാട്ട് ആർ ദി കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസ്. കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസ് എന്ന് പറഞ്ഞാൽ എന്താണ്, അതുപോലെ ഏതെല്ലാമാണ് കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസ്. സോ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസിന് കുറിച്ച് നമ്മൾ രണ്ട് പോയിന്റ്സാണ് മനസ്സിലാക്കേണ്ടത്. ഫസ്റ്റ് ഓഫ് ആൾ, ഡിപ്പെൻഡ് നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട്. അതായത് കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി എന്നുള്ളത് സൊല്യൂഷനിൽ നമുക്കറിയാം സൊല്യൂട്ട് പാർട്ടിക്കിൾസ് ഉണ്ടായിരിക്കും, സോൾവെൻറ്റ് പാർട്ടിക്കിൾസ് ഉണ്ടായിരിക്കും അല്ലേ. ഇതിൽ സൊല്യൂട്ട് പാർട്ടിക്കിൾസിൻ്റെ നമ്പർ ഓഫ് മോൾസിന് ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു പ്രോപ്പർട്ടിയാണ് കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്പർ ഓഫ് മോൾസ് മാറുന്നതിനനുസരിച്ച് കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസ് ചേഞ്ച് ചെയ്യും. സോ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസിനെ കുറിച്ച് ഫസ്റ്റ് പറയുന്നത് ഡിപ്പെൻഡ് അപ്പോൺ ദി നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് പാർട്ടിക്കിൾസ്. ദെൻ വേറൊരു പോയിന്റ് പറയുന്നത് നോട്ട് ഡിപ്പെൻഡ് അപ്പോൺ ദി നേച്ചർ ഓഫ് ദി സൊല്യൂട്ട് പാർട്ടിക്കിൾസ്. അതായത് സൊല്യൂട്ട് പാർട്ടിക്കിൾസിൻ്റെ നേച്ചർ മാറുന്നതിനനുസരിച്ച് കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസ് മാറുന്നില്ല എന്നുള്ളതാണ്. ഓക്കെ, ഇങ്ങനെ നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ടിൻ്റെ മോൾസിന് ഡിപ്പെൻഡ് ചെയ്യുകയും നേച്ചറിന് ഡിപ്പെൻഡ് ചെയ്യാതിരിക്കുകയും ചെയ്യുന്ന പ്രോപ്പർട്ടീസാണ് കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസ്. ഓക്കെ, so property of a solution that depend upon the nature of the number of moles of the solute particles, not depend upon the nature of the solute particles. Okay, അതാണ് നമ്മുടെ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസിൻ്റെ ഡെഫിനിഷൻ. ഇനി ഏതെല്ലാമാണ് ഒരു സൊല്യൂഷൻസിൻ്റെ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസ്? പ്രധാനമായിട്ട് നമുക്ക് ഒരു സൊല്യൂഷനിൽ 4 കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസ് ആണ് വരുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ, റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ. അതാണ് ഫസ്റ്റ് കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി. It denoted by delta P. So first one, relative lowering of vapor pressure. Second one, elevation of boiling points. Boiling points എന്താണെന്ന് നമുക്കറിയാം അല്ലേ. അപ്പോൾ അതുമായിട്ട് വരുന്ന ഒരു കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസ് ആണ് എലവേഷൻ ഓഫ് ബോയിലിംഗ് പോയിന്റ്. ബോയിലിംഗ് പോയിന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, ഒരു ലിക്വിഡ് പാർട്ടിക്കിൾസ് ഗ്യാസ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്ന ടെമ്പറേച്ചർ റേഞ്ച് ആയിരുന്നു ബോയിലിംഗ് പോയിന്റ്. Then third, it denoted by delta TB. ഓക്കെ, ടി കൊടുക്കാനുള്ള കാര്യം എന്താണ്, നമ്മൾ ബോയിലിംഗ് പോയിന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ടെമ്പറേച്ചർ റേഞ്ച് ആണ് അല്ലേ. ഒരു പ്രത്യേക ടെമ്പറേച്ചറിൽ ഒരു ലിക്വിഡ് പാർട്ടിക്കിൾസ് ഗ്യാസ് ആയിട്ട് മാറുന്ന ആ ഒരു ടെമ്പറേച്ചറാണ് ബോയിലിംഗ് പോയിന്റ്. അതുകൊണ്ടാണ് നമ്മൾ ടി എന്നുള്ള ഒരു ലെറ്റർ കൊടുക്കുന്നത്. ബി എന്ന് കൊടുക്കാനുള്ള കാര്യം ബോയിലിംഗ് പോയിന്റുമായിട്ട് വരുന്നത് കൊണ്ടാണ് ഡെൽറ്റ ടി. തേർഡ് വൺ പറയുന്നത് ഡിപ്രഷൻ ഇൻ ഫ്രീസിങ് പോയിന്റ്. ഫ്രീസിങ് പോയിന്റ് എന്ന് വെച്ചാൽ എന്താണ്, ഒരു ലിക്വിഡ് പാർട്ടിക്കിൾസ് സോളിഡായിട്ട് മാറുന്ന ടെമ്പറേച്ചർ അല്ലേ. ഇപ്പോൾ വെള്ളം എന്നുള്ളത് നമ്മുടെ ജലം ഐസായിട്ട് മാറുന്നത് ഏത് ടെമ്പറേച്ചറിലാണോ അതിന് നമുക്ക് എന്ത് പറയാം, ഫ്രീസിങ് പോയിന്റ് എന്ന് പറയാം. അപ്പോൾ ഡെൽറ്റ ടി എഫ് അല്ലേ. ഫ്രീസിങ് പോയിന്റ് ആണെങ്കിലും അതൊരു ടെമ്പറേച്ചർ റേഞ്ച് ആണ്, അതുകൊണ്ട് നമ്മൾ ടി കൊണ്ടാണ് ഡിനോട്ട് ചെയ്യുക. എഫ് കൊടുക്കാനുള്ള കാര്യം ഫ്രീസിങ് പോയിന്റ്. Then osmotic pressure denoted by pi. അപ്പോൾ നമ്മൾ രണ്ട് കാര്യങ്ങളാണ് പഠിച്ചെടുത്തത്. ഫസ്റ്റ് വൺ, what is meant by colligative property? Colligative property is nothing but it depend upon the number of moles of solute particles, not the nature of the solute particles. Then what are the colligative properties? First one, relative lowering of vapor pressure delta P. Then number 2, elevation of boiling point denoted by delta TB. Then depression in freezing point denoted by delta TF. Finally, osmotic pressure denoted by pi. Okay. അപ്പോൾ നമുക്ക് ഇനി ചാപ്റ്ററിൽ സിമ്പിൾ ഡെറിവേഷൻസ് ആണ്. മോളാർ മാസ് ഓഫ് സൊല്യൂട്ട്. സൊല്യൂട്ടുകളുടെ മോളാർ മാസ് എം കൊണ്ട് ഡിനോട്ട് ചെയ്യാം. സൊല്യൂട്ട് ആകുമ്പോൾ നമുക്കറിയാം ബി അല്ലേ. സൊല്യൂഷൻ എന്നുള്ളതാണ് ചാപ്റ്റർ. സൊല്യൂഷനുകളിൽ സോൾവെൻ്റ് ഉണ്ട്, സൊല്യൂട്ട് പാർട്ടിക്കിൾസ് ഉണ്ട്. അതിൽ നമ്മൾ സൊല്യൂട്ട് പാർട്ടിക്കിൾസിനെ ഡിനോട്ട് ചെയ്യുന്നത് ബി കൊണ്ടാണ് അല്ലേ. സൊല്യൂട്ട് പാർട്ടിക്കിൾസിൻ്റെ മോളാർ മാസ് കാണാനുള്ള ഇക്വേഷൻസ് ഫോർ ടു ഫൈൻഡ് ഔട്ട് ദി മോളാർ മാസ് ഓഫ് സൊല്യൂട്ട്, ദാറ്റ് മീൻസ് എം ബി. ഓക്കെ, ഫ്രം കോളിഗേറ്റീവ് പ്രോപ്പർട്ടീസ്. അപ്പോൾ നമ്മൾ 4 കോളിഗേറ്റീവ് പ്രോപ്പർട്ടീസ് പഠിച്ചെടുത്തു. ഈ 4 കോളിഗേറ്റീവ് പ്രോപ്പർട്ടീസ് യൂസ് ചെയ്തിട്ട് നമുക്ക് ആരെ കാൽക്കുലേറ്റ് ചെയ്യാം, എം ബി കാൽക്കുലേറ്റ് ചെയ്യാം. വാട്ട് ഈസ് മീൻ ബൈ എം ബി? മോളാർ മാസ് ഓഫ് സൊല്യൂട്ട്. അപ്പോൾ 4 കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസ് ഏതെല്ലാമായിരുന്നു? ഡെൽറ്റ പി, ഡെൽറ്റ ടി എഫ്, ഡെൽറ്റ ടി ബി ആൻഡ് പൈ.
ഈ 4 കോളിഗേറ്റീവ് പ്രോപ്പർട്ടീസ് യൂസ് ചെയ്തിട്ട് നമുക്ക് ഇക്വേഷൻസ് ഡിറൈവ് ചെയ്യാം ഫോർ മോളാർ മാസ് ഓഫ് സോളിഡ് പാർട്ടിക്കിൾസ്. അപ്പോൾ 4 ഡെറിവേഷൻസ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. പലപ്പോഴായിട്ട് ഈ ഭാഗങ്ങളിലായിട്ട് ഡെറിവേഷൻസ് വരാറില്ല എങ്കിൽ പോലും അതിൽ നമുക്ക് ലാസ്റ്റ് കിട്ടുന്ന ഫൈനൽ ഇക്വേഷൻ വെച്ച് നമുക്ക് പ്രോബ്ലങ്ങൾ ഉണ്ടാവാറുണ്ട്. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് ആ ഇക്വേഷനിലോട്ട് എത്തിച്ചേരുക എന്നുള്ളതാണ് പറയുന്നത്. സിമ്പിൾ പ്രോബ്ലമാണ്, ഡെറിവേഷൻസ് ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഫസ്റ്റ് ചെക്ക് ചെയ്യാൻ പോകുന്നത് ഡെൽറ്റ ടി ബി അല്ലേ. ഡെൽറ്റ ടി ബി എന്നുള്ളത് ഏത് കോളിഗേറ്റീവ് പ്രോപ്പർട്ടി ആയിരുന്നു? എലവേഷൻ ഓഫ് ബോയിലിംഗ് പോയിന്റ്. അപ്പോൾ എലവേഷൻ ഓഫ് ബോയിലിംഗ് പോയിന്റ് എന്ന് പറയുന്നത് ഡെൽറ്റ ടി ബി വെച്ച് എങ്ങനെയാണ് എം ബി കാണുക എന്നുള്ളതാണ്. ഓക്കെ, ഫ്രം ഡെൽറ്റ ടി ബിയിൽ നിന്നും എം ബി എങ്ങനെയാണ് ഡിറൈവ് ചെയ്യുക എന്നുള്ളത്. സോ നമ്മളിവിടെ 2 കാര്യങ്ങൾ ആദ്യം മനസ്സിലാക്കിയെടുക്കാം. ഒരു ലെറ്ററാണ് T0B. T0B എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോയിലിംഗ് പോയിന്റ് ഓഫ് പ്യുവർ സോൾവെന്റ്. ഇപ്പോൾ നമുക്കറിയാം വാട്ടർ എന്നുള്ള നല്ലൊരു സോൾവെന്റ് ആണ് അല്ലേ. വാട്ടറിന്റെ ബോയിലിംഗ് പോയിന്റ് എത്രയാണ് അല്ലെ? ബോയിലിംഗ് പോയിന്റ് എന്ന് വെച്ചാൽ എന്താണ്? ഒരു ലിക്വിഡ് ഗ്യാസ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്ന ടെമ്പറേച്ചർ റേഞ്ച് ആണ് ബോയിലിംഗ് പോയിന്റ്. സോ വാട്ടർ ബോയിൽ ചെയ്യുന്നത് 100 ഡിഗ്രി സെൽഷ്യസിലാണ്. ഇങ്ങനെ ഒരു സോൾവെന്റിന്റെ ബോയിലിംഗ് പോയിന്റിനെയാണ് നമ്മൾ T0B എന്ന് പറയാം. T0B is nothing but is the boiling point of solvent particles. ഓക്കെ, സോൾവെന്റ് നമുക്കറിയാം എ കൊണ്ടാണ് ഡിനോട്ട് ചെയ്യാറുള്ളത്. ഇനി വേറെ ലെറ്ററാണ് പറയുന്നത് TB. TB എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എടുത്ത സോൾവെന്റ് ഏതാണ് അതിലോട്ട് ഒരു സൊല്യൂട്ട് പാർട്ടിക്കിൾസ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് എന്തായിട്ട് മാറി? സൊല്യൂഷൻസ് ആയിട്ട് മാറി അല്ലേ. എയിലോട്ട് ബി വരുമ്പോഴാണ് സൊല്യൂഷൻസ് ആയിട്ട് മാറുന്നത്. സോ TB എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ബോയിലിംഗ് പോയിന്റ് ഓഫ് സൊല്യൂഷൻ എന്നുള്ളതാണ്. സൊല്യൂഷൻ എന്താണ്? A+B ആണ്. ഇപ്പോൾ വാട്ടറിന്റെ ബോയിലിംഗ് പോയിന്റ് എത്രയാണ്? 100. അതിലൂടെ നമ്മൾ അല്പം ഉപ്പ് കലർത്തി കഴിഞ്ഞാൽ അത് സൊല്യൂഷനായിട്ട് മാറി. അപ്പോൾ ഉപ്പിന്റെ ബോയിലിംഗ് പോയിന്റ് വേറൊരു വാല്യൂ ആയിരിക്കും. സോ പറഞ്ഞു വരുന്നത് T0Bയും TBയും ഒരുപോലെയല്ല. ഒന്ന് നമ്മുടെ സോൾവെന്റിന്റെ ബോയിലിംഗ് പോയിന്റ് ആണ്, സെക്കൻഡ് വൺ സൊല്യൂഷൻസിന്റെ ബോയിലിംഗ് പോയിന്റ് ആണ്. ഓക്കെ, ഇനി ഇവിടെ പറയുന്നത് എന്താണ്? TB ഗ്രേറ്റർ ദാൻ T0B ഓൾവേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും ഒരു TB ആയിരിക്കും വലിയ വാല്യൂ നമുക്ക് കിട്ടുക ആരെക്കാളും? T0Bനേക്കാളും. അതായത് വാട്ടറിന്റെ ബോയിലിംഗ് പോയിന്റ് എത്രയാണ്? 100. അതിലോട്ട് നമ്മൾ ഉപ്പ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഉപ്പ് സൊല്യൂഷൻ ബോയിൽ ചെയ്യുന്നത് എത്ര ടെമ്പറേച്ചറിലായിരിക്കും? 100ന്റെ മുകളിലായിരിക്കും എന്നുള്ളതാണ്. അതാണ് ഇവിടെ പറയുന്നത് TB ഗ്രേറ്റർ ദാൻ T0B. TB എന്താണ്? സൊല്യൂഷൻസിന്റെ ബോയിലിംഗ് പോയിന്റ് ആണ്. അപ്പോൾ എപ്പോഴും സൊല്യൂഷൻസിന്റെ ബോയിലിംഗ് പോയിന്റ് ആയിരിക്കും നമ്മുടെ സോൾവെന്റിന്റെ ബോയിലിംഗ് പോയിന്റിനേക്കാളും മാക്സിമം ആയിട്ട് വരുന്നത്. അതുകൊണ്ടാണ് TB ഗ്രേറ്റർ ദാൻ T0B എന്ന് എഴുതുന്നത്. സോ അതിൽ വരുന്ന വേരിയേഷൻസ് അല്ലേ, TB ആണ് വലുത്, T0B ചെറുതാണ്. അപ്പോൾ അതിൽ വരുന്ന വേരിയേഷൻ ആണ്, ഡിഫറൻസ് ആണ് ഏത് കോളിഗേറ്റീവ് പ്രോപ്പർട്ടി? ഡെൽറ്റ TB. അപ്പോൾ നിങ്ങളുടെ എക്സാം ഡിഫൈൻ ഡെൽറ്റ TB ഓർ എലവേഷൻ ഓഫ് ബോയിലിംഗ് പോയിന്റ് ഡിഫൈൻ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ എഴുതിയാൽ മതി TB മൈനസ് T0B. TB എന്താണ്? ബോയിലിംഗ് പോയിന്റ് ഓഫ് സൊല്യൂഷൻ. T0B എന്താണ്? സോൾവെന്റ് ബോയിലിംഗ് പോയിന്റ്. സോ ഡെൽറ്റ TB is defined as the difference അല്ലെ. മൈനസ് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഡിഫറൻസ് എന്നാണ് പറയാം. ഡിഫറൻസ് ഇൻ ബോയിലിംഗ് പോയിന്റ് ഓഫ് സൊല്യൂഷൻ ആൻഡ് ബോയിലിംഗ് പോയിന്റ് ഓഫ് സോൾവെന്റ് ഡിഫൈൻ ചെയ്താൽ മതി. ഓക്കെ, ദെൻ വേറൊരു കാര്യം പറയുന്നത് ഡെൽറ്റ TB എന്ന് പറയുന്ന കോളിഗേറ്റീവ് പ്രോപ്പർട്ടി ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു M. വാട്ട് ഈസ് M? മൊളാലിറ്റി. അതായത് ഡെൽറ്റ TB എന്ന് പറയുന്ന കോളിഗേറ്റീവ് പ്രോപ്പർട്ടി മൊളാലിറ്റി മാറുന്നതിനനുസരിച്ച് ഡെൽറ്റ TB ചേഞ്ച് ചെയ്യും. മീൻസ് മൊളാലിറ്റി കൂടുമ്പോൾ ഡെൽറ്റ TB കൂടുന്നുണ്ട്. ഡയറക്ട്ലി പ്രൊപ്പോർഷണലാണ് വരുന്നത്. ഈ ഡെൽറ്റ TB എന്ന് വെച്ചാൽ നമ്മൾ പഠിച്ചെടുത്തു ഒരു കോളിഗേറ്റീവ് പ്രോപ്പർട്ടി ആണല്ലേ. കോളിഗേറ്റീവ് പ്രോപ്പർട്ടി ഏതിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്? നമ്പർ ഓഫ് മോൾസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. പഠിച്ചെടുത്താണ്. ഓക്കെ, നമ്പർ ഓഫ് മോൾസ് മാറുന്നതനുസരിച്ച് കോളിഗേറ്റീവ് പ്രോപ്പർട്ടി മാറുമെന്നാണ് നമ്മൾ പഠിച്ചത്. നമ്മൾ മൊളാലിറ്റി എന്ന് പറയുന്ന ആ ഒരു ടേമും മൊളാലിറ്റിന്റെ ഡെഫിനിഷൻസ് എന്തായിരുന്നു? ഇറ്റ് ഈസ് നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് ഇൻ 1 കിലോഗ്രാം സോൾവെന്റ്. അതായത് മൊളാലിറ്റിയും ഏതിനെ ആശ്രയിക്കുന്ന ഒരു ഫാക്ടറാണ്? നമ്പർ ഓഫ് മോൾസിനെ. സോ നമ്പർ ഓഫ് മോൾസ് മാറുമ്പോൾ ഏത് മാറും? കോളിഗേറ്റീവ് പ്രോപ്പർട്ടി ആയിട്ടുള്ള ഡെൽറ്റ TB ഒക്കെ മാറുന്നുണ്ട്. സോ എനിവേ ഡെൽറ്റ TB ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു M മീൻസ് എന്താണ്? മൊളാലിറ്റി. സോ മൊളാലിറ്റി എങ്ങനെയാണ് കാണുക? നമ്മൾ മുമ്പത്തെ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ട്. വെയിറ്റ് ഓഫ് B, സൊല്യൂട്ട് വെയിറ്റ്, മോളാർ മാസ് ഓഫ് സൊല്യൂട്ട് 1000, WA എന്തായിരുന്നു? വെയിറ്റ് ഓഫ് സോൾവെന്റ്. സോ ഈ ഇക്വേഷൻസ് ഇതിൽ കൊടുത്താൽ മതി അല്ലേ. സോ എങ്ങനെയാണ് വരിക? ഡെൽറ്റ TB ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ എന്ന് പറയുന്ന സൈൻ റീപ്ലേസ് നമ്മളൊരു കോൺസ്റ്റന്റ് കൊടുക്കുന്നുണ്ട്. കോൺസ്റ്റന്റ് ആണ് KB. B അവിടെ കൊടുക്കാനുള്ള കാര്യം ബോയിലിംഗ് പോയിന്റുമായിട്ട് കണക്ട് ചെയ്ത് വരുന്ന ഒരു കോൺസ്റ്റന്റ് ആയതുകൊണ്ടാണ്.
ദെൻ WB 1000 MB WA. ഇതിൽ നമുക്ക് ഏതാണ് കാണേണ്ടത്? നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഇക്വേഷൻ ഫോർ മോളാർ മാസ് ഓഫ് സൊല്യൂട്ട് പാർട്ടിക്കിൾസ്. സൊല്യൂട്ട് പാർട്ടിക്കിൾസിന്റെ മോളാർ മാസ് ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. സോ അതിനെ ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ ഏതാണ്? MB. സോ MB ലെഫ്റ്റ് സൈഡിലോട്ട് കൊണ്ടുവരിക, ΔTB താഴോട്ട് കൊണ്ടുവരിക. സോ MB is equal to KB into WB into 1000 divided by ΔTB into WA. സോ ഈ ഇക്വേഷനാണ് നിങ്ങൾ പഠിച്ചെടുക്കേണ്ടത്. പലപ്പോഴും അത് വെച്ച് പ്രോബ്ലം, അത് ആ ഒരു ഇക്വേഷൻ ബേസിൽ വരുന്ന പ്രോബ്ലംസ് വരാറുണ്ട്. ഇതിൽ ടേംസ് മനസ്സിലാക്കി എടുക്കുക. MB മീൻസ് molar mass of solute, ΔTB elevation of boiling point, WA weight of solvent, WB weight of solute particles, KB എന്താണ്? ഒരു കോൺസ്റ്റന്റ്. ഓക്കെ.